ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് മോശക്കാരനായിരിക്കില്ലല്ലോ, കാരണം അങ്ങനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന എല്ലാവരും ഒന്നിനൊന്നും മികച്ച താരങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ പുതിയ അസിസ്റ്റന്റ് കോച്ചിനെയും ഫ്രീ കിക്ക് സ്പെഷ്യലിസ്റ്റിനെ, അതായത് സെറ്റ് പീസ് കോച്ചിനെയും നിയമിച്ച സമയത്ത് അത്യാവശ്യം സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നോക്കിയപ്പോൾ ഈ അസിസ്റ്റന്റ് കോച്ചിനെ കുറിച്ച് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. അങ്ങനെയാണ് നമ്മുടെ ഫ്രെഡറിക് റൈസ് എന്ന് പറയുന്ന സെറ്റ് പീസ് കോച്ചിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെ ഉണ്ടോ നോക്കിയത്. ആളിൻ സെറ്റ് പീസ് എഫക്റ്റീവ്നെസ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെറ്റ് പീസിന്റെ എഫക്റ്റീവ്നെസ് കൂട്ടാൻ ഇങ്ങനെ സേവനം കൊണ്ട് കഴിയും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. കാരണം അയാൾ കൃത്യമായിട്ട് ഫ്രീ കിക്കുകളെയും കോർണർ കിക്കുകളെയും ഒപ്റ്റിമൈസ് ചെയ്യുന്ന കാര്യത്തിൽ തന്റെ താരങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. പിന്നെ ത്രോയിങ് സിറ്റുവേഷൻസും അയാൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ താരങ്ങളെ പഠിപ്പിക്കുന്നതായിട്ടാണ് അയാളുടെ ട്രാക്ക് കൂടെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ക്യാപിറ്റലൈസ് ചെയ്യാൻ തന്റെ താരങ്ങൾ അദ്ദേഹം പരിപോഷിക്കുന്നുണ്ട്. പിന്നെ ഗോൾ കൺസീഡ് ചെയ്യുന്ന കാര്യത്തിൽ എതിരാളികളുടെ സെറ്റ് പീസുകളെ ഡിഫെൻഡ് ചെയ്യുന്ന കാര്യത്തിലും ആൾ പ്രത്യേകം സ്പെഷ്യലൈസ് ചെയ്ത് താരങ്ങൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. അപ്പം സെറ്റ് പീസുകളുടെ കാര്യത്തിൽ കൃത്യമായിട്ട് എഡ്ജ് ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഒരു സെറ്റ് പീസ് കോച്ചിന്റെ സേവനം കൊണ്ട് കഴിയും. പിന്നെ ടാക്ടിക്കലി ആൾ ഒരുപാട് ഇന്നോവേറ്റീവ് ആണ്. ആൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സെറ്റ് പീസിന് പുതിയ സ്ട്രാറ്റജീസ് ഓരോ ദിവസം ഇൻവെന്റ് ചെയ്യുന്നുണ്ട്. അയാൾ പുതിയ പ്ലേയേഴ്സിനെ ഓരോ പ്രത്യേക ഡ്യൂട്ടിയുമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. താരങ്ങളുമായിട്ട് എല്ലാവരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭവങ്ങളിൽ ഒന്ന് ഓഫ് ഗാർഡ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ എതിരാളികളുടെ മാർക്കിംഗിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓരോ താരങ്ങൾക്കും പ്രത്യേകം പരിശീലനം കൊടുക്കുന്ന ഒരു മികച്ച സെറ്റ് പീസ് കോച്ചാണ് അദ്ദേഹം. അപ്പം നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ ഓഫ് ഗാർഡ് കപ്പാസിറ്റി ഇല്ലാത്തത്. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ സെറ്റ് പീസ് നടക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ നിർണായക താരങ്ങൾ എല്ലാവരെയും എതിർ ടീമിന്റെ ആളുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ മാർക്കിംഗ് എങ്ങനെ പൊട്ടിച്ച് ഓഫ് ഗാർഡ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്കും നമ്മുടെ ഇവാനാശാനെ വില കുറച്ച് പറയുന്നില്ല. ഇവാനാശാൻ ആ ഒരു കാര്യത്തിൽ വീക്ക് ആയിരുന്നു. അപ്പം എല്ലാ കോച്ചുമാരും വീക്കൊക്കെയാണെന്ന് പറയാം. പക്ഷേ സെറ്റ് പീസ് കൺവേർട്ട് ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ ഈൽക്കോ ഷട്ടോറി പുള്ളിയായിരുന്നു. പക്ഷേ സെറ്റ് പീസുകൾ ഡിഫെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ടീമുകളും വീക്കാണ്. അവിടെയാണ് ഈ ഫ്രെഡറിക് റൈസ് എന്ന് പറഞ്ഞ പരിശീലകൻ ഓഫ് ഗാർഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അതായത് എതിരാളികളുടെ മാർക്കിങ്ങിനെ പൊട്ടിച്ച് രക്ഷപ്പെടുത്താൻ തന്റെ താരങ്ങളെ പര്യാപ്തനാക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ പ്ലെയർ ഡെവലപ്മെന്റ് കാര്യത്തിലും ആൾ വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. ആൾ മത്സരത്തിന് ശേഷം ഓരോ താരങ്ങളുമായിട്ടും കൃത്യമായിട്ട് ഇടപെട്ട് സംസാരിക്കുന്നുണ്ട്. ഓരോ താരങ്ങളുടെയും ഇൻഡിവിജ്വൽ എബിലിറ്റീസിനെ കുറിച്ച് താരങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ആളുകളുടെ ഹെഡിംഗ് എബിലിറ്റി നന്നാക്കാൻ അദ്ദേഹം സഹായിക്കാറുണ്ട്. പിന്നെ പൊസിഷനിങ്ങിന്റെ കാര്യത്തിൽ അദ്ദേഹം താരങ്ങളെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഫ്രീ കിക്ക് എടുക്കുന്ന കാര്യത്തിൽ താരങ്ങളെ ആൾ നല്ല രീതിയിൽ പരിപോഷിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു അനലിറ്റിക്കൽ അപ്രോച്ചുള്ളതാണ്. വെറുതെ ഈ കാര്യങ്ങൾ മാത്രമല്ല, കൃത്യമായിട്ട് വീഡിയോ ഡേറ്റാസിന്റെ അടിസ്ഥാനത്തിൽ ആൾ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. തന്റെ താരങ്ങളെ എല്ലാവരും അദ്ദേഹം ഒരു ടാബ്ലറ്റും കൊണ്ടുവന്നായിരിക്കും പഠിപ്പിക്കുന്നത്. അദ്ദേഹം കൃത്യമായിട്ടുള്ള വീഡിയോ ഡേറ്റാസ് എതിരാളികളുടെ മത്സരത്തിന് മുമ്പ് അവരുടെ നേരത്തെയുള്ള സെറ്റ് പീസിന്റെ ഇൻഡെക്സും കാര്യങ്ങളും കൃത്യമായിട്ട് വീഡിയോ വിശകലനത്തിലൂടെ പഠിച്ചെടുത്ത ശേഷം അതിനെ എങ്ങനെ പ്രതിരോധിക്കണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കൗണ്ടർ ടാക്ടിക്സ് എങ്ങനെ ഉണ്ടാക്കണം എന്ന കാര്യത്തിലൊക്കെ വീഡിയോ റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിൽ ആൾ താരങ്ങളെ പഠിപ്പിക്കുന്നതായിട്ടാണ് പറയുന്നത്. പിന്നെ ആൾ ടീമിന്റെ മൊറലും കോൺഫിഡൻസും ഉയർത്തുന്ന തരത്തിലുള്ള അപ്രോച്ചാണ് നടത്തുന്നതാണ് പറയുന്നത്. താരങ്ങളായിട്ട് എല്ലാവരും വളരെ എനർജറ്റിക് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. സ്ട്രാറ്റജിക്കലി താരങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ ആൾ നൽകുന്നുണ്ട്. പിന്നെ ഒരു പോസിറ്റീവ് യൂണിറ്റ് ആയിട്ട് തന്റെ ടീമിനെ ഒരുക്കി നിർത്തുന്ന കാര്യത്തിൽ അത്യാവശ്യം സൈക്കോളജിക്കൽ ഇമ്പാക്ട് ആൾ ഉണ്ടാക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. പിന്നെ ഇമ്പാക്ട് ഓൺ റിസൾട്ട്, ആൾ റിസൾട്ട് ഓറിയന്റഡ് ആണ്. ആൾ തന്റെ സ്ട്രാറ്റജീസിന് എപ്പോഴും റിസൾട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു താരമാണ്. കിട്ടുന്ന ഫ്രീ കിക്കുകൾ, അത് ത്രോയിങ് ആണെങ്കിലും ഫ്രീ കിക്ക് ആണെങ്കിലും കിട്ടുന്ന സെറ്റ് പീസുകളാണ്, അത് ത്രോയിങ് ആണെങ്കിലും ഫ്രീ കിക്ക് ആണെങ്കിലും കോർണർ ആണെങ്കിലും അതിനെ കൃത്യമായിട്ട് ക്യാപിറ്റലൈസ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കണം എന്ന വാശിയുള്ള താരമാണ്. അതിനോടൊപ്പം തന്നെ എതിരാളികളെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ മുന്നേടിക്കുന്ന കാര്യത്തിലും ആൾ വളരെ സ്ട്രിക്റ്റ് ആണെന്ന് പറയുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഓവറാൾ ഈ ഒരു ഫ്രെഡറിക് റൈസ് എന്ന് പറയുന്ന പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി ഒരുപക്ഷെ മാറിയേക്കും. കാരണം ഈ മിഖായൽ സ്റ്റഹറയെ കുറിച്ച് ഞാൻ വലുതായിട്ടൊന്നും പറയുന്നില്ല. ആൾ ബ്ലാസ്റ്റേഴ്സിനെ യോജിച്ച താരമെന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. പുതിയ അസിസ്റ്റന്റ് കോച്ചും സ്റ്റഹറയോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. ടീമിന്റെ മുറയിലും കാര്യങ്ങളൊക്കെ ഉയർത്തുന്നതാണ്. പക്ഷേ ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ കൃത്യമായ എഡ്ജ് ഉണ്ടാക്കാൻ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നില്ല, ലഭ്യമാകുന്ന ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ ബ്ലാസ്റ്റേഴ്സിൽ കൃത്യമായിട്ട് എഡ്ജ് ഉണ്ടാക്കാൻ ഈ ഒരു സെറ്റ് പീസ് കോച്ചിനെ കൊണ്ട് വരുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ 3 സീസണുകളിലും ഏറ്റവും കൂടുതൽ ലാഗ് ചെയ്തത് എതിരാളികളുടെ സെറ്റ് പീസുകളെ ബ്ലാസ്റ്റേഴ്സിന് മര്യാദയ്ക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് വീണ് കിട്ടുന്ന സെറ്റ് പീസുകൾ ബ്ലാസ്റ്റേഴ്സിന് മതിയായ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിച്ച് ഗോൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ഫ്രെഡറിക് റൈസിന്റെ നിയമനത്തോട് കൂടി സെറ്റ് പീസിന്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ബെറ്റർ ആവും. ബ്ലാസ്റ്റേഴ്സിന് ഇനി ഗോൾ അടിക്കാനും തടുക്കാനും സെറ്റ് പീസുകളിലൂടെ കഴിയുമെന്ന് നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാം.